എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മളെ ഷോക്ക് ഫാമിലി യൂട്യൂബേഴ്സ് അജി ബ്രോയും കീർത്തന കീർത്തി ആദിത്യൻ. ഓക്കെ. അപ്പം ഇന്ന് നമ്മളെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അവർ വിശേഷങ്ങളിലോട്ടൊക്കെ പോവാം. എന്തുണ്ട് ബ്രോ വിശേഷം? സുഖമായിരിക്കുന്നു. അപ്പോൾ രണ്ടുപേരും എങ്ങനെ ഇതിലോട്ട് എത്തിപ്പെടുന്നത് ഫസ്റ്റ് അതാ ചോദിക്കും. ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ടെക്സ്റ്റൈൽ. അതാണ്, അതായത് സീറയിൽ നിന്നും തുടങ്ങിയ ബിസിനസ് ലക്ഷങ്ങളുടെ ആയി. പിന്നെ അതിൽ നിന്ന് ഒറ്റയടിക്ക് മൈനസിലോട്ട് പോയി. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു യൂട്യൂബില് 3 മില്യൺ അല്ലേ? 3.7 മില്യൺ. അപ്പൊ ഉടനെ ഇപ്പൊ 4 മില്യൺ അടിക്കും. 4 മില്യൺ അടിക്കും. അപ്പൊ എങ്ങനെ ഫാമിലി ഒക്കെ ഫുൾ സപ്പോർട്ടാണോ നിങ്ങൾ? ഫുൾ സപ്പോർട്ടാണ്, എല്ലാവരും ഫുൾ ആക്റ്റീവ് ആണ്. ഇതിലോട്ട് എങ്ങനെ എത്തിപ്പെടുന്നത്? ആദ്യം ഇതിൽ എത്തിപ്പെടുന്നത് നമുക്ക് കടയുണ്ട്. ഞങ്ങൾ ഒരു തുണിക്കട ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം മെൻസ് വെയർ ആയിരുന്നു. മെൻസ് വെയർ ഞങ്ങൾ ലേഡീസിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നല്ലൊരു ലേഡീസ് എന്ന് പറയുമ്പോൾ ഫാമിലി ഫുൾ ആയിട്ട് വന്ന് എടുക്കുമല്ലോ എന്നുള്ള ഇതിലാണ് ഞങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കടയാക്കി, AC ഒക്കെ വെച്ച് വലിയ കടയാക്കി നമ്മൾ മാറ്റിയതാണ്. പക്ഷെ 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് കൊറോണ വന്ന സമയത്ത് നമുക്ക് ഒറ്റയടിക്ക് ഏകദേശം 10-30 ലക്ഷം രൂപ മുടക്കിയാണ് രണ്ടാമത്തെ കട സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ കൊറോണ വന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും കൊറോണ വന്നു. പിന്നെ നമുക്ക് കട അടച്ചിടേണ്ടി വന്നു. അങ്ങനെ പിന്നെ എടുത്തത് പലിശയ്ക്ക് എടുത്ത പൈസ എല്ലാം കൂടെ ആയപ്പോൾ നല്ല ബാധ്യതയായി. അങ്ങനെ ഒറ്റയടിക്ക് കട നമ്മൾ കിട്ടിയ പൈസ അങ്ങ് കൊടുത്തു. പക്ഷെ അതിൽ നിന്നാണ് നമ്മൾ എടുക്കാൻ പോയപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം കട കൊടുത്ത സമയത്ത് തന്നെ ഏകദേശം 30-35 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു. ആ സമയത്താണ് കട മൊത്തത്തിൽ പണിയായി കൊടുത്തത്. കട കൊടുത്തിറങ്ങിയപ്പോൾ ഒരു ആലോചന ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. പക്ഷെ ആക്റ്റീവ് അല്ലായിരുന്നു. ഞാൻ വർക്കിന് പോകുന്ന വീഡിയോസ് ഒക്കെ അങ്ങനെ ഇട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അത് വലിയ ആക്റ്റീവ് അല്ല. പക്ഷെ പിന്നെയാണ് നമ്മൾ ഫുള്ള് ആക്റ്റീവായിട്ട്. കട പോയതോടെ ഞങ്ങൾ തളർന്നു. കാരണം വീട് ജപ്തിയുടെ അവസ്ഥയൊക്കെ, നോട്ടീസ് വരെ ഒട്ടിച്ചു വീട്ടിൽ.